ഹലോ, ഞാൻ കുറച്ച് നാൾ നാടും വീടൊക്കെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. വീട് നാടൊക്കെ വിട്ട് വേറെ എവിടെയെങ്കിലും പോയി കുറച്ച് നാൾ ഒറ്റയ്ക്ക് താമസിച്ച് ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് കുറേ ആഗ്രഹിക്കണം. എന്റെ അച്ഛൻ ഇതുപോലെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 18 വയസ്സിൽ നാട് വിട്ട് പോയി തിരിച്ചു വന്നത് 35ാമത്തെ വയസ്സിലായിരുന്നു. അത്രയും വർഷം അച്ഛമ്മ ഒരുപാട് രീതിയിൽ അച്ഛനെ അന്വേഷിച്ച് നടന്നു. തിരിച്ചു വന്നത് മുഴുവൻ കള്ളുകൂടിയനായിട്ടായിരുന്നു. എന്നിട്ടാണ് അമ്മനെ കല്യാണം കഴിച്ചത്. അച്ഛൻ്റെ അച്ഛമ്മ ഞാനും ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി നാട് വിടുകയെന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ ഒരേ കരച്ചില്. എന്തായാലും അച്ഛനെ പോലെ കള്ളുകൂടിയനായിട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ അച്ഛമ്മയ്ക്ക് വാക്കൊക്കെ കൊടുത്ത് എന്റെ ഡ്രസ്സൊക്കെ പാക്കാക്കാണ്. ഞാൻ രാജസ്ഥാനിലേക്കാണ് താമസിക്കാൻ പോകുന്നത്. അവിടെയൊക്കെ ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദി ഡിക്ഷണറി വാങ്ങിച്ചിട്ടാണ് പോണത്. എനിക്കാണെങ്കിൽ ഹിന്ദി ഒന്നും അറിയില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ആക്കിയിരിക്കുന്ന സമയത്ത് അച്ഛമ്മന്റെ പൈസ ഒരേ എണ്ണല്. അത്രയും പൈസയിൽ നിന്ന് 1500 രൂപ എന്റെ ചെലവിന് വേണ്ടി എനിക്ക് തന്നു. ശേഷം ഞാൻ എന്റെ വണ്ടി എടുത്ത് അമ്മമ്മന്റെ അടുത്ത് പോയപ്പോൾ അമ്മ കൈകൂപ്പി അനുഗ്രഹിച്ചു. പോയിട്ട് വാ മകനെ എന്ന് പറഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് വന്ന് അച്ഛൻ്റെയിലും അമ്മൻ്റെയിലും എല്ലാവരുടെയും പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഈ യാത്രയിൽ ഞാൻ എവിടെയൊക്കെ എത്തിപ്പെടുന്നു എനിക്ക് തന്നെ അറിയില്ല. ബാംഗ്ലൂർ വരെ ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിലാണ് പോണത്. മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് പിടിച്ച് നിർത്തിയിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കാണുന്നത്. ബസ്സിൽ ബാത്റൂം ഉണ്ടായിരുന്നില്ല. 3:30 വരെ പിടിച്ച് നിർത്തി ഒരു ബാത്റൂം കണ്ട് ഓടിപ്പോയി മൂത്രമൊഴിച്ചപ്പോഴാണ് സമാധാനമായത്. ശേഷം ബാംഗ്ലൂർ എത്തി. എല്ലാ ഏരിയയിലും അയ്യ ഗില്ലി എന്ന് പറയുന്ന പോലെ എല്ലാ ഏരിയയിലും എനിക്ക് കൂട്ടുകാരന്മാരുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ചങ്ക് കൂട്ടുകാരൻ വിളിക്കാൻ വന്ന് അങ്ങനെ രാവിലെ ആകുമ്പോഴേക്ക് എയർപോർട്ട് എത്തി. ശേഷം ബോർഡിംഗ് പാസ് എടുത്ത് പ്ലെയിൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നെ ഡയറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഈ ഡയറിയിൽ എന്റെ പേരും കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത്ര നേരം നടന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് എയർപ്ലെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നല്ല വിലയാണ്. അവസാനം 350 രൂപയ്ക്ക് ഒരു ബർഗർ വാങ്ങിച്ച് കഴിക്കുകയാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിലും വില കൂടിയ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങില്ല എനിക്ക്. അങ്ങനെ എന്റെ എയർപ്ലെയിൻ വന്ന് ഞാൻ നേരെ അതിൽ കയറിയിരിക്കുകയാണ്. ഒറ്റയ്ക്ക് മിണ്ടാണ്ടിരുന്ന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ആംഗ്യ ഭാഷയിലാണെങ്കിലും ഹിന്ദിക്കാരൻ്റെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ വീണ്ടും ഡയറി എടുത്ത് ഹിന്ദിക്കാരൻ്റെ സംസാരിച്ചത് വരെ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ഞാൻ ആ സീറ്റിലുണ്ടായിരുന്ന എല്ലാ ഹിന്ദിക്കാരനെയും കമ്പനിയാക്കി മാറ്റി. ഹിന്ദി ഭാഷ അറിയില്ലെങ്കിൽ പോലും ഞാൻ അവരെ എന്റെ കൂട്ടുകാരാക്കി മാറ്റി. അങ്ങനെ രാജസ്ഥാൻ എത്തി എന്റെ പുതിയ കൂട്ടുകാരനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി ടാക്സി ബുക്ക് ചെയ്തു. 9 കിലോമീറ്ററിന് 800 രൂപയാണ് ഇയാൾ എടുത്തത്. അങ്ങനെ വഴി കൂടെ പോണവർക്കൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് എന്റെ സ്ഥലമെത്തി വണ്ടിക്കാരന് ഒരു കൈയും കൊടുത്ത് നല്ലൊരു രാജസ്ഥാനി ചായയും കുടിച്ച് റൂം എടുക്കാൻ വേണ്ടി പോവാണ്. റൂം എത്തി സ്പൈഡർമാനെ പോലെ ഒറ്റ ചാട്ടം. പിന്നെ ഇനി കുറച്ച് നാൾ ഇവിടെ ആയിരിക്കും താമസം. അപ്പൊ എന്റെ പുതിയ ജീവിത വീഡിയോ ആയിട്ട് നാളെ വരാം. പല്ല് തേക്കാൻ മറന്നു പോയി. പല്ല് തേക്കട്ടെ.